ബിഷപ്പ് ഹൗസിൽ വീണ്ടും സംഘർഷാവസ്ഥ. ബാരിക്കേഡ് മറികടക്കാൻ വിശ്വാസികളുടെ ശ്രമം നടക്കുന്നു. മുമ്പ് തന്നെ അവിടെ വലിയ പ്രതിഷേധവും തള്ളിക്കയറാനുള്ള ശ്രമത്തിനിടെ ഗേറ്റ് തകർക്കുകയും ചെയ്തതാണ്. അകത്ത് ചർച്ച നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ പുറത്ത് വിശ്വാസികളുടെ വലിയ പ്രതിഷേധമുണ്ടാകുന്നത്. പോലീസുമായി ഒരു ബലപ്രയോഗത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് ഇപ്പോൾ പെട്ടെന്നൊരു സംഘർഷത്തിലേക്ക് ബലപ്രയോഗത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നത്? നിലവിൽ ഈ ഗേറ്റിന് മുന്നിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് ഗേറ്റ് തടയാനുള്ള ശ്രമം പോലീസ് നടത്തിയെങ്കിലും ആ ബാരിക്കേഡ് അടക്കം വിശ്വാസികൾ വലിച്ചുകൊണ്ട് മറ്റിടത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, മറ്റൊരിടത്തേക്ക് കൊണ്ടിട്ടിരിക്കുകയാണ്. അതായത് വീണ്ടും സംഘർഷ സാധ്യത. ഗേറ്റ് പൊളിക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഗേറ്റ് പൂർണ്ണമായും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കയറിട്ട് വലിച്ച് ഗേറ്റ് പൊളിക്കാൻ ശ്രമിക്കുന്നു. പോലീസ് ആകട്ടെ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ വിശ്വാസി സമൂഹം അത്രയും കൂടുതലുള്ള ആളുകളുണ്ട്, അൽമായ മുന്നേറ്റം കൂടുതലായ ആളുകളുണ്ട്. പോലീസിന് എത്രത്തോളം പ്രതിരോധിക്കാനാകുമെന്നറിയില്ല. ഇതിനു മുൻപിൽ നിലവിൽ പോലീസ് തന്നെ ബാരിക്കേഡ് തീർക്കുകയാണ്. ചർച്ചയിൽ കാര്യമായ വിശ്വാസമില്ല ഇവർക്കെന്നാണ് നിലവിൽ പറയുന്നത്. സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പോലീസിന്റെ ബാരിക്കേഡ് അടക്കം വലിച്ചുകൊണ്ട് മാറ്റുകയാണ്. പോലീസ് നേരത്തെ ഒരു ശ്രമം നടത്തിയത് ഈ ഗേറ്റിന് മുൻപിൽ അൽമായ വിശ്വാസികൾ തടിച്ചുകൂടിയിരുന്നു. അവർ ഈ ഗേറ്റ് തകർക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനിടയിലാണ് പോലീസ് ഈ ഗേറ്റ് സംരക്ഷിക്കാനും കടത്തിവിടരുത് എന്ന ഉദ്ദേശത്തിൽ ഇക്കാണുന്ന ബാരിക്കേഡ് ഉപയോഗിച്ച് ഒരു രക്ഷാകവചം തീർക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ ഫലം അത് വിഫലമായി പോയിരിക്കുന്നു. വിശ്വാസികൾ ഒന്നാകെ ഇടപെട്ട് ഈ ബാരിക്കേഡ് വലിച്ചുകൊണ്ട് മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. പോലീസിനെതിരെ വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ട്. രാവിലെ മുതൽ തന്നെ പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നു. ഒരു തരത്തിലും ഈ വിശ്വാസികളെ അല്ലെങ്കിൽ അൽമായരെ കേൾക്കാൻ, വൈദികരെ കേൾക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. വൈദികരുടെ ലോഹാടക്കം വലിച്ചു കയറുന്ന നിലപാട്, മർദ്ദിക്കുന്ന നിലപാടൊക്കെ പോലീസ് സ്വീകരിച്ചു എന്ന് പറയുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തിൽ അസാധാരണമായ നടപടിയുണ്ട്. ആ നടപടിയെ ഇവർ ചെറുക്കുകയാണ്. നിലവിൽ ഇവിടെ DCP ഉണ്ട്, സെൻട്രൽ ACP ജയകുമാറുണ്ട്, എറണാകുളം സൗത്ത് ACP രാജ്കുമാറുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ACP ജയകുമാർ, അങ്ങനെ പോലീസ് എറണാകുളം സിറ്റി പോലീസിന്റെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഇവിടെ ഉണ്ട്. വലിയ പ്രതിഷേധത്തിന് ഒരു ഇടവേളയ്ക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസ് സാക്ഷിയാവുകയാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം നീണ്ടു നിൽക്കുന്ന, മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. നേരത്തെ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ നിലവിൽ അങ്ങനെയല്ല. പോലീസുമായുള്ള സംഘർഷം, പോലീസുമായുള്ള സംഘർഷവും പോലീസുമായുള്ള സംഘർഷം, പോലീസ് ലാത്തി അടക്കം ഉപയോഗിക്കാനുള്ള സാധ്യത, പോലീസ് സംഘർഷ സാധ്യത, പോലീസ് മർദ്ദിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ വിശ്വാസികളെ തള്ളി നീക്കാനുള്ള ശ്രമം. വിഷ്ണു, കയറിട്ട ഗേറ്റ് വലിച്ചു പൊളിക്കാനുള്ള ഒരു ശ്രമമാണ് തോന്നുന്നല്ലേ? അത് പോലീസ് തടയുന്നത് കാണാം. ഇതാ ഇപ്പോൾ ആ കയറ് ഗേറ്റിൽ കുരുക്കിയിരിക്കുകയാണ്. വൈദികരുടെ നേതൃത്വത്തിലാണ് മുൻനിരയിൽ ആളുകൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനൊരു നടപടിയിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അല്ലേ? പോലീസും വിശ്വാസികളും അൽമായക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. അതൊരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഗേറ്റ് തകർക്കാനുള്ള ശ്രമം നിലവിൽ അൽമായ മുന്നേറ്റത്തിന്റെ ഭാഗത്തുണ്ടായി. കാരണം അവരുടെ ഒരൊറ്റ ആവശ്യം മാത്രമാണ് അവർക്കുള്ളത്. ഈ വൈദികർ കഴിഞ്ഞ ദിവസം 21 ദിവസം അതിനകത്ത് എങ്ങനെയാണോ പ്രതിഷേധം നടത്തിയത് അതുപോലെ ഇനിയും നടത്താൻ അനുവദിക്കണം, അതിന് അവരെ അകത്തേക്ക് പ്രവേശിക്കണം. പക്ഷേ പോലീസ് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല. ഓസ്കോ പുത്തൂർ അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് വരുമ്പോൾ അവരുടെ സുരക്ഷ ഒരുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാണ് പോലീസ് നിലവിൽ ഈ പ്രതിരോധം തീർക്കുന്നത്. ഗേറ്റിന് മുൻപിൽ നിന്ന് അൽമായ മുന്നേറ്റക്കാരെയും വൈദികരെയും ഒക്കെ പോലീസ് പുറത്തേക്ക് മാറ്റുകയാണ്. ബലം പ്രയോഗിച്ച് തന്നെയാണ് മാറ്റുന്നത്. അതിലൊരു തർക്കവുമില്ല. അങ്ങനത്തെ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് ഇടപെടൽ. ഇനി എന്താകും ഈ ചർച്ചയുടെ തീരുമാനം എന്താകുമെന്നറിയില്ല. ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 1 മണിക്കൂർ പിന്നിടുന്നു. അപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ടില്ല. ഇനി കൂടുതൽ സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയും കലുഷിതമായിരിക്കുന്നു ഈ പുതിയ കൂരിയ നിയമനവുമായി ബന്ധപ്പെട്ട് അങ്കമാലി അതിരൂപതയിൽ ഉടലെടുത്തിട്ടുള്ള പ്രശ്നം. 14ഓളം കേസുകളിൽ പ്രതിയായിട്ടുള്ള ഈ ജോഷി പുതുവയെ അദ്ദേഹത്തെ ഈ കുരിയ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളതാണ് ആത്മായ മുന്നേറ്റവും ഈ വൈദിക സംരക്ഷണ സമിതി. ഏതാനും വൈദികർ ഇപ്പോൾ ഇതാ ഗേറ്റ് മറികടന്ന് ആ ഗേറ്റിനിടയിൽ ഉണ്ടാക്കി വിടവിലൂടെ അകത്ത് കടന്നിട്ടുണ്ട്. അവിടെയും ഒരു ബലപ്രയോഗം തന്നെയാണ്. പോലീസിന്റെ വലിയ നിര ആ ഗേറ്റിനുള്ളിലുണ്ട്, ബിഷപ്പ് ഹൗസിന്റെ കോമ്പൗണ്ടിലുണ്ട്. പക്ഷേ ആ ഗേറ്റിന്റെ അഴികൾ നീക്കി ഇപ്പോൾ അൽമായ മുന്നേറ്റവും വൈദികരും വിമത വൈദികരും ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കുന്നു. അവരെ പോലീസ് പ്രതിരോധിക്കുന്നു, പുറത്തേക്ക് തള്ളിയിറക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും ഒരു ബലപ്രയോഗത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
ലോക്കൽ ബലപ്രയോഗത്തിലൂടെ തന്നെ ഈ ആൽമായ മുന്നേറ്റവും അതോടൊപ്പം തന്നെ വൈദികരെയും ഒക്കെ ഗേറ്റിന്റെ മുൻവശത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ അരമണിക്കൂറായി നടക്കുന്നുണ്ട്. പക്ഷേ അത് സാധ്യമാകുന്നില്ല. കാരണം അത്രയധികം ആളുകൾ ഇവിടെ ഉണ്ട്. ആൽമായ മുന്നേറ്റത്തിന്റെ ഭാഗമായി വിവിധ ഇടവകളിൽ നിന്ന് എത്തിയിട്ടുള്ള ആളുകളുണ്ട്. ആ ഗേറ്റ് ഏറെക്കുറെ തന്നെ തകരാറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു പക്ഷമൊക്കെ നേരത്തെ ഈ കയറിട്ട് വലിച്ച ഘട്ടത്തിൽ അടന്നു പോന്നിരുന്നു. ഒരുപക്ഷെ ഇനിയും ഒരു ആഞ്ഞ് ആ ഗേറ്റിലൊരു ഫോഴ്സ് ഉണ്ടായാൽ ആ ഗേറ്റ് അപ്പാടെ തന്നെ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്തേക്ക് കയറണം. കാരണം ഇത് വൈദികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതൃസ്ഥാനമാണ്. അവർ അവിടെയാണ്, അവരുടെ ആധാർ അഡ്രസ്സ് അടക്കം അവിടെയാണുള്ളത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അവരുടെ ഇടത്തിൽ നിന്ന് അവരെ ഇറക്കി വിടുന്നത് എന്ത് ന്യായം എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതിന് ഉത്തരം നൽകാൻ പോലീസോ അല്ലെങ്കിൽ സിനഡോ സഭയോ ഒന്നും തയ്യാറായിട്ടുമില്ല. സഭ നേതൃത്വം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. സിനഡ് നടക്കുകയാണ്. പ്രത്യേകിച്ച് സിനഡ് ഒരു ഒറ്റ തീരുമാനം എടുത്താൽ ഇതകത്തേക്ക് കയറാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം സഭാ സിനഡോ അല്ലെങ്കിൽ സഭാ നേതൃത്വമോ എടുക്കുന്നില്ല. അങ്ങനെ വിവിധ പരാതികൾ, വിവിധ പ്രതിഷേധങ്ങളൊക്കെ ആൽമായ മുന്നേറ്റവും വൈദിക സംരക്ഷണ സമിതിയൊക്കെ ഉയർത്തുകയാണ്. നിലവിൽ ഈ ഗേറ്റിന് അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. കന്യാസ്ത്രീകൾ അടക്കമുള്ള ആളുകൾ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ പ്രതിഷേധം, സ്ത്രീകളടക്കമുള്ള ആളുകളുണ്ട്, പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. ഇവർ രാവിലെ മുതൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ നടത്തുകയാണ്. ആദ്യം ബസലിക്കയ്ക്ക് മുമ്പിലായിരുന്നു. അതിനിപ്പുറത്തേക്ക് 5 മീറ്റർ 200 മീറ്റർ ഇപ്പുറത്താണ് ഈ ബിഷപ്പ് ഹൗസ് ഉള്ളത്. പിന്നീട് ബിഷപ്പ് ഹൗസിലേക്ക് എത്തുന്നു. ഈ ഗേറ്റ് പൊളിച്ചകത്ത് കയറിയാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിൽ തന്നെയാണ് ആൽമായ മുന്നേറ്റമുള്ളത്. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. അതിപ്പോൾ ADMന്റെ മീറ്റിംഗ് ആയാലും കളക്ടറുടെ തീരുമാനമായാലും എന്തായാലും ഈ 21 വൈദികർക്ക് അവർക്ക് ഈ ബിഷപ്പ് ഹൗസിനകത്തിരുന്ന് പ്രാർത്ഥനാ യജ്ഞം നടത്താനുള്ള സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കണം എന്നതാണ് അവരുടെ ആവശ്യം. കഴിഞ്ഞ കുറേ നാളുകളായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇത്തരം പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആദ്യം ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. പിന്നീട് ഇങ്ങനെ വൈദികർ കോമ്പൗണ്ടിനകത്തേക്ക് ആ ഗേറ്റ് മറികടന്നെത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. കൂടുതൽ പോലീസ് അവിടെ നിന്ന് അവരെ തള്ളി പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഗേറ്റിന്റെ അഴികൾ നീക്കി ഉള്ളിലേക്ക് ഇപ്പോൾ വൈദികർ എത്തിയിരിക്കുകയാണ്. വിമത വൈദികരുടെ ആവശ്യം അവർക്ക് ബിഷപ്പ് ഹൗസിനുള്ളിൽ പ്രവേശിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന പ്രാർത്ഥനാ യജ്ഞം അതൊരു പ്രതിഷേധ യജ്ഞം കൂടിയാണ്. ആ പ്രാർത്ഥനാ യജ്ഞം തുടരണം എന്നതാണ് അവരുടെ ആവശ്യം. അതിനുവേണ്ടിയാണ് ആൽമായ മുന്നേറ്റവും പ്രതിഷേധിക്കുന്നത്. അകത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്. ADMന്റെ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ചയ്ക്കിടയിലും വൈദികർക്കെതിരെ നടപടി ഉണ്ടായത്, അല്ലെങ്കിൽ അവരെ കുർബാന അർപ്പിക്കുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ടുള്ള കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചുകൊണ്ടുള്ള സഭാ നേതൃത്വത്തിന്റെ നടപടി ഈ പ്രകോപനത്തിനിടയാക്കിയോ വിഷ്ണു? പോലീസ് ഇടയാക്കിയിട്ടുണ്ട്. കാരണം ഒരു വശത്ത് സമാന്തര സമന്വയ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇവർ ഈ വൈദികർക്കെതിരെ നടപടി പ്രഖ്യാപിച്ചത്. 6 വൈദികർക്ക് സസ്പെൻഷൻ, 15 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്, 6 പേർക്ക് കുർബാന വിലക്ക്. അങ്ങനെ ഇവരെ പ്രകോപിപ്പിക്കുന്ന എല്ലാ നടപടികളും സഭയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിലവിൽ. വിഷ്ണു, നിലവിൽ ഇപ്പോൾ ഈ വൈദികർ കൂട്ടത്തോടെ ഈ ബിഷപ്പ് ഹൗസിന്റെ കോമ്പൗണ്ടിലേക്ക് കയറുകയാണല്ലോ. ഗോകുൽദായി ആ ഗ്യാപ്പിലൂടെ വൈദികർ ഈ ബിഷപ്പ് ഹൗസിനകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷേ പോലീസ് ചെറുക്കുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. വൈദികർ മാത്രമല്ല, ആൽമായ മുന്നേറ്റത്തിൽപ്പെട്ട ആളുകളുമൊക്കെ ഉണ്ട്. പോലീസ് ബലം പ്രയോഗിച്ച് അവരെ തിരിച്ചിറക്കുകയാണ്. എന്നാൽ ഈ ഗേറ്റ് കയറി കിട്ടി മുതിർന്ന പുരോഹിതരടക്കമുള്ള ആളുകൾ അകത്തേക്ക് കയറുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 21 അച്ഛന്മാരും അകത്തേക്ക് കയറുകയാണ്. ഒരുപക്ഷെ അത്തരത്തിലൊരു തീരുമാനം വന്നിട്ടുണ്ട്. വിഷ്ണു, ഉള്ളിൽ നടന്ന ചർച്ചയുടെ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ പോലീസ് തന്നെ ഈ വൈദികരെ അകത്തേക്ക് കടത്തിവിടുകയാണല്ലോ. മണിക്കൂറുകളായി സംഘർഷാവസ്ഥയായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പ് ഹൗസിന് മുന്നിൽ. വിഷ്ണു പറയൂ. പോലീസ് തന്നെ നിലവിൽ അച്ഛന്മാരെ അകത്തേക്ക് കയറ്റിവിടുകയാണ്. അതിന്റെ സാഹചര്യം എന്താണ് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ കൂടുതൽ അച്ഛന്മാരെ അകത്തേക്ക്, അതായത് ഈ ചർച്ചയുടെ ഭാഗമായി കൂടുതൽ അച്ഛന്മാരെ അകത്തേക്ക് കയറ്റിവിടുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? കൂടുതൽ അതായത് ഈ പ്രാർത്ഥനയ്ക്ക് നടത്തിയ അച്ഛന്മാരാണോ ഇവർ? 21 എല്ലാ അച്ഛന്മാരുമാണ് ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങള് ചർച്ചയ്ക്ക് വേണ്ടി കയറുന്നതല്ല. ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള
ഞങ്ങളുടെ വൈദികരുടെ ആസ്ഥാന മന്ദിരമായിട്ടുള്ള അവരുടെ വാസഗൃഹമായിട്ടുള്ള ബിഷപ്പ് ഹൗസിലേക്ക് അവർ കയറുന്നത്. പോലീസ് സമ്മതിച്ചിട്ടല്ല. ഞങ്ങൾ ഈ പോലീസിനെ എതിർത്തുകൊണ്ട് ഈ പോലീസിനെ ഞങ്ങൾ തട്ടിമാറ്റിക്കൊണ്ടാണ് ഞങ്ങളെ അച്ഛന്മാരെ അതായത് അവർ ബലമായിട്ട് അകത്തേക്ക് കയറുകയാണ്. പോലീസ് സമ്മതിച്ചിട്ടല്ല. പോലീസ് അത്തരത്തിൽ അതായത് പോലീസ് അനുവദിച്ചിട്ടല്ല, അല്ലാതെ കയറുകയാണ്, ഞങ്ങൾ ബലം പ്രയോഗിച്ച് കയറുകയാണ് എന്നുള്ളതാണ് നിലവിൽ അൽമായ മുന്നേറ്റം ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ അവർ പറയുന്നത് പ്രതിഷേധം തുടരുകയാണ്, ഇനിയും കൂടുതൽ അച്ഛന്മാരെ അകത്തേക്ക് കയറ്റണം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ കയറിയ അച്ഛന്മാർ അത് ഈ മീറ്റിംഗിന്റെ ഭാഗമായി അവർ അകത്ത് കയറി സംസാരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വലിയ പ്രതിഷേധം, വലിയ പോലീസ് സന്നാഹം ഒക്കെ ഈ ഗേറ്റിന് വാതിക്കലുണ്ട്. ഏകദേശം 100-ലധികം വരുന്ന പോലീസുകാർ ഈ പരിസരത്തും ഈ ഗേറ്റിന് മുൻപിലൊക്കെ ആയിട്ടുണ്ട്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അങ്കമാലി അതിരൂപതയിൽ പ്രശ്നങ്ങൾ ഇടപെട്ടുകൾ തെരുവിലേക്ക് എത്തിയിരിക്കുന്നു. കുറേ നാളുകളായി ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അവിടെ വലിയ ഒരു ചർച്ച നടക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ നിലവിലകത്തേക്ക് പോയ അച്ഛന്മാരും പോലീസുകാരും എല്ലാവരും അവിടെ ഉണ്ട്. ADM അടക്കമുള്ള ആളുകളുണ്ട്. അവരുമായി ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകണം, വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഈ ഗേറ്റിനപ്പുറത്തേക്ക് കടക്കണം. ഈ 21 വൈദികർക്കും ഗേറ്റിന് അപ്പുറത്തേക്ക് കടന്ന് ഈ കാണുന്ന ബിഷപ്പ് ഹൗസിനകത്തിരുന്ന് പ്രാർത്ഥനായജ്ഞം നടത്താൻ അനുമതി വേണം. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മൗലിക അവകാശമാണ്, അല്ലെങ്കിൽ ഈ ആരാധനക്രമവുമായി ബന്ധപ്പെട്ട അവരുടെ മൗലിക അവകാശമാണ്. അത് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, അകത്ത് പ്രവേശിച്ച വൈദികരെയും അവർക്ക് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യത്തിലേക്കോ അല്ലെങ്കിൽ അതിനനുവദിച്ചിട്ടില്ല. അവിടെയും ഉള്ളിലും പോലീസ് തടഞ്ഞിരിക്കുന്നു. കോമ്പൗണ്ടിനുള്ളിലും ബിഷപ്പ് ഹൗസിന്റെ കോമ്പൗണ്ടിനുള്ളിലും പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുന്നു എന്നാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ? നിലവിൽ അവർ ഈ പോലീസുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോകുന്ന ഘട്ടത്തിൽ പോലീസ് അവരെ തടഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് അവിടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉണ്ട്. JCP ജയകുമാർ അടക്കമുള്ള ആളുകളാണ് ഈ പുരോഹിതരോട് സംസാരിക്കുന്നത്. അപ്പോൾ അവരെ എന്താണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ പറ്റും. ഒരു തരത്തിലും ഇത്തരത്തിൽ അക്രമ സാധ്യതകളിലേക്ക് പോകരുത് എന്നുള്ളതാണ് പോലീസും ആഗ്രഹിക്കുന്നത്. പക്ഷേ നിലവിൽ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഒരു അക്രമ അല്ലെങ്കിൽ സംഘർഷ സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മീറ്റിംഗ് നടന്ന യോഗത്തിന്റെ തീരുമാനം അറിയിക്കും. അതെന്താകും എന്നാണ് നമുക്ക് അറിയേണ്ടത്. പോയ പിതാക്കന്മാരൊക്കെ അച്ഛന്മാരൊക്കെ തിരിച്ചു വരികയാണ്. എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസിന് മുന്നിൽ വലിയ സംഘർഷ സാഹചര്യമായിരുന്നു. ഇപ്പോൾ വൈദികർ, വിമത വിഭാഗം വൈദികർ ബിഷപ്പ് ഹൗസിന്റെ കോമ്പൗണ്ടിനുള്ളിൽ കടന്നിരിക്കുന്നു. അവർക്ക് പ്രാർത്ഥനായജ്ഞം തുടരാനുള്ള അവസരം നൽകണം, അതിന് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വലിയ പ്രതിഷേധം നടന്നത്. ഇപ്പോൾ അൽമായ പ്രതിനിധികൾ പുറത്തും വൈദികർ ഈ ബിഷപ്പ് ഹൗസിന്റെ കോമ്പൗണ്ടിനുള്ളിലുമാണുള്ളത്. ബിഷപ്പ് ഹൗസിന്റെ കോമ്പൗണ്ടിനകത്തും പോലീസുമായി ചർച്ചകൾ തുടരുകയാണ്.